അവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ? ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ വിഷ്ണു അങ്ങനെ കലക്ടർ ഓഫീസിൽ ചെല്ലുകയാണ്. അങ്ങനെ അവിടുത്തെ ഉദ്യോഗസ്ഥൻ വിളിക്കുന്നു വിഷ്ണുവിനെ, ഫോട്ടോയൊക്കെ കൊടുക്കാൻ പറയുന്നു. എന്നിട്ട് പറയുന്നത് സാബു പറഞ്ഞതുകൊണ്ടാണ് നിങ്ങളുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് ഒക്കെ തന്നിട്ടുണ്ടെന്ന് പറയുന്നു. യൂണിഫോം ഉണ്ട്, ഇതിൻ്റെ ശമ്പളത്തിൽ നിന്ന് ഞാൻ പിടിച്ചോളാം എന്ന് അയാൾ പറയണം. എന്നിട്ട് കീയും കൂടി എടുക്കുകയാണ്. വണ്ടി പുറത്ത് കിടപ്പുണ്ട്, എന്തായാലും നിങ്ങൾ ചെന്ന് ഡ്രസ്സൊക്കെ മാറി വണ്ടിയിൽ പോകാൻ പറയും. അപ്പോൾ അങ്ങനെ വിഷ്ണു ഓക്കെ പറഞ്ഞ് പുറത്തേക്ക് വരികയാണ്. പുറത്ത് വരുമ്പോൾ നമ്മുടെ കമലൻ ചോദിക്കുന്നത് ഏത് വണ്ടിയാണ് ചോദിക്കുന്നത്. കീ തന്നിട്ടുണ്ട്, നീ നോക്കിക്കേ ഏത് വണ്ടിയാണോ ഓപ്പൺ ആകുന്നത്. അങ്ങനെ അവർ കീ ലോക്ക് ചെയ്ത് നോക്കുമ്പോൾ സമയത്ത് ഒരു കാറിൻ്റെ ബാക്ക് ഭാഗം കാണുന്നു. അത് കളക്ടർ വണ്ടിയാണെന്ന് ആദ്യം മനസ്സിലാകുന്നില്ല. അങ്ങനെ അതിനുശേഷം പറയുന്നത് ഇങ്ങനെ യൂണിഫോം ഒക്കെ ഉണ്ട്. അങ്ങനെ കാറിൻ്റെ ഫ്രണ്ടിൽ വന്ന് നോക്കുമ്പോഴാണ് ഇത് കളക്ടർ വണ്ടിയാണെന്ന് അറിയുന്നത്. അപ്പോൾ തന്നെ വിഷ്ണുവും കമലിനും ഞെട്ടിത്തെറിക്കുകയാണ്. അപ്പോഴാണ് ഈ കമലിന് ഒട്ടും താല്പര്യമില്ല വിഷ്ണു ശാലിനിയുടെ ഡ്രൈവറായിട്ട് പോകുന്നതിന്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോന്ന് പറയുന്നു. അപ്പം വിഷ്ണു പറയുന്നത് കുഴപ്പമില്ലടാ, എൻ്റെ ഭാര്യയല്ലേ, എനിക്ക് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയല്ലോ എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഓട്ടോ നമ്മുടെ കമലിനെ ഏൽപ്പിക്കുകയാണ്. അങ്ങനെ വിഷ്ണു നമ്മുടെ ശാലിനിയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്താ പറയുക യൂണിഫോമൊക്കെ ഇട്ട് വേണ്ടി റെഡി ആയിരിക്കുകയാണ്. ഇതേ സമയത്ത് ശാലിനിയുടെ വീട്ടിലാണെങ്കിൽ ശാരിക ഇങ്ങനെ തലകറങ്ങി വീണ സമയത്ത് ഡോക്ടറെ വിളിക്കുന്നു. അങ്ങനെ ഡോക്ടർ പരിശോധിച്ചിട്ട് പറയുന്നു ശാരിക പ്രഗ്നൻ്റ് ആണ്, അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചോളാൻ പറയും. അങ്ങനെ അപ്പം ശാരദ പറയും രാജിനെ അറിയിക്കേണ്ടതെന്നൊക്കെ ചോദിക്കും. അപ്പോൾ പറയും അമ്മേ, രാജുവേട്ടനാണെങ്കിൽ എന്നേക്കാൾ ഇഷ്ടം അമ്മയോടാണെന്നൊക്കെ പറയാം. അപ്പോൾ ശാരദ പറയാം അതൊന്നും സാരമില്ല മോളെ, ഇനി നിന്നെയും കുഞ്ഞിനെയൊക്കെ ഇഷ്ടപ്പെട്ട് തുടങ്ങും എന്നുള്ള കാര്യമൊക്കെ അറിയിക്കുകയാണ്. അപ്പോൾ ശാരദ പറയും ഇനി എന്തായാലും ഇനിയൊരു ശാരദ ഇനി വേണ്ട, അതുകൊണ്ട് അങ്ങനെ തന്നെ ആകട്ടെ എന്ന് പറയാം. അതിൻ്റെ ഇടയിൽ അനൂപിനെ കാണിക്കുന്നുണ്ട്. അനൂപും അനുവിൻ്റെ അളിയനും ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അങ്കിളും ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ അനുവിൻ്റെ അച്ഛൻ അങ്കോപാലൻ അങ്ങോട്ടേക്ക് വരും. എന്നിട്ട് അപ്പോൾ ആ അങ്കിള് പറയും നിങ്ങൾ എന്തൊരു മനുഷ്യനാണ്, അവൻ്റെ അമ്മ മരിച്ചിട്ട് പോലും നിങ്ങൾ വന്നില്ല, ഇനിയെങ്കിലും അവൻ്റെ കല്യാണത്തിനെങ്കിലും നിങ്ങൾ വരണമെന്ന് പറയും. അപ്പോൾ കുറേ ശാപവാക്കുകളൊക്കെ പറയും. പക്ഷേ അയാളൊന്നും സംസാരിക്കത്തില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ നൂറിനെ കൂട്ടാൻ പോകാൻ വേണ്ടി ആയിരിക്കും അങ്ങനെയൊക്കെ പറയുന്നത്. പിന്നീട് വീണ്ടും നമ്മുടെ ശാലിനി വീട്ടിൽ റെഡി ആവുന്നു. ആ സമയത്ത് വിഷ്ണു യൂണിഫോം ഒക്കെ ഇട്ട് കളക്ടർ വണ്ടിയിൽ വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഓരോന്നൊക്കെ ആലോചിച്ചാണ് വിഷ്ണു ഓടിച്ചു വരുന്നത്. എന്നിട്ട് പറയുന്നത് ആദ്യത്തെ ദിവസം തന്നെ നന്നാക്കിയേക്കണ ദൈവത്തോടൊക്കെ പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് വണ്ടി എടുക്കുന്നത്. അങ്ങനെ വണ്ടി എടുത്ത് അതിൻ്റെ ഇടയ്ക്ക് അനു വിളിക്കുന്നുണ്ട്, മേഡം ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, കറക്റ്റ് സമയത്ത് തന്നെ ചെല്ലണം എന്നൊക്കെ. പക്ഷെ അനുവിനും മനസ്സിലാകുന്നില്ല ഇത് വിഷ്ണു ആണെന്നുള്ള കാര്യം. അങ്ങനെ നേരെ കുടുംബശ്രീ ശാരദ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ചെന്നിട്ട് അവിടെ കിടന്ന് ഓൺ അടിക്കുകയാണ്, ഭയങ്കരമായിട്ട് ഓൺ അടിക്കും. ഓൺ അടിക്കുന്ന സമയത്ത് നമ്മുടെ ശാലിനി റെഡി ആകുന്നേ ഉള്ളൂ. അപ്പോൾ ശാലിനി വിചാരിക്കുന്നത് ആരും പുതിയ ആളല്ലേ അതുകൊണ്ടായിരിക്കുന്നത്. അങ്ങനെ ശാലിനി ഇങ്ങനെ നോക്കുന്ന സീനിലാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നാളത്തെ എപ്പിസോഡിനായി എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.